ഹായ് ഡിയേഴ്സ്. അപ്പോൾ റമദാൻ ഡേ 3 തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു മനോഹരമായ ദിവസം, കുറച്ച് നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ സ്നേഹ സമ്മാനം അങ്ങനെ പറയാം കേട്ടോ. എന്തായാലും ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ, ഞാൻ എന്തൊക്കെ വർണ്ണിച്ചാലും മതിയാവില്ല. എൻ്റെ കടയിൽ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫത്മയും ഫത്മാൻ്റെ ഉമ്മയും കൂടിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫത്മ ജർമ്മനിയിലാണ്, അവിടുന്ന് നാട്ടിൽ വന്നപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് വന്നതാണ്. എൻ്റെ ചാനൽ ഫസ്റ്റ് ഉമ്മയാണ് കണ്ടു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അവളോട് പറഞ്ഞിട്ട് സ്ഥിരം വ്യൂവേഴ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾക്ക് മുന്നേ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർത്തിരുന്ന് നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ കടയിൽ വന്നതാണ് കേട്ടോ. അവർ കൊണ്ടുത്തന്നതാണ് ഇതൊക്കെ. എനിക്കൊരു നല്ല ചുരിദാറും പിന്നെ ഹാദക്കുട്ടൻ ഒരു കളിക്കുന്ന സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന് പോയി കണ്ടു, എല്ലാം സന്തോഷം തന്നെ. പക്ഷേ ഇതിന് ഇരട്ടി മധുരമായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, അത്രയും എന്താ പറയുക, ഭയങ്കരം. അതെനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇതാണ് ഹാദക്കുട്ടന് കൊണ്ടുവന്നത്. പിന്നെ ഇവരാണ് കേട്ടോ എന്നെ കാണാൻ വന്നത്, ഷീബായിത്തായും ഫത്മായും ഒക്കെ ആയിട്ട്. എനിക്കാണെങ്കിൽ ഒട്ടും പരിചയക്കുറവൊന്നും തോന്നിയില്ല. ജസ്റ്റ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് ഇന്ന് വരും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ കടയിലേക്ക് കയറി ചെന്നപ്പോൾ അവരവിടെ ഒന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കുറേ നേരം വർത്താനം പറഞ്ഞു, എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. ഒരുപാട് നാൾ പരിചയപ്പെട്ടിട്ട് നമ്മൾ ബന്ധുക്കളെയൊക്കെ കാണൂലേ, ഫ്രണ്ട്സിനെയൊക്കെ കാണൂലേ, അതുപോലെ ആയിരുന്നു എനിക്ക് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ ആദ്യം കാണിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ പറയാമേ. ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ കടയിൽ നിന്ന് വന്നപ്പോൾ കുറച്ചധികം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണി കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം. പിന്നെ നമുക്കിന്ന് വെള്ളയപ്പം മൊട്ട റോസ്റ്റും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ കടയിലിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നിരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കടയിൽ നിന്ന് വന്ന പാടെ തന്നെ വേഗം ഓരോന്ന് ഒതുക്കിയിട്ട് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് നിസ്കരിക്കാനൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഒരു 2 കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടതിന് ശേഷം. പിന്നെ ഒരു ചെറിയ ഒരു ഫ്രൂട്ട് സലാഡ് പോലെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കവർ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കസ്റ്റർഡ് ഒന്ന് കലക്കിയെടുക്കാം. വെള്ളത്തിലാണ് കേട്ടോ കലക്കുന്നത്. ഒരു കവർ പാലിന് ഏകദേശം ഒരു 3 സ്പൂണോളം കസ്റ്റർഡ് ആവശ്യമായിട്ടുണ്ട്, നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കലക്കിയെടുക്കാം. ഇന്ന് ഞാൻ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ എനിക്കെന്താ ഇത് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഞാൻ അവരെ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്കങ്ങനെ ഒരു സബ്സ്ക്രൈബർ അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ നമ്മളെ കസ്റ്റർഡ് ഒന്ന് നന്നായിട്ട് കാച്ചിയെടുത്തു. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ കസ്റ്റർഡ് ഇതുപോലെ ചെറിയ മധുരത്തിൽ കാച്ചിട്ട് അതിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇനി കസ്റ്റർഡ് ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ നമ്മുടെ കൂവപ്പൊടിയില്ലേ അതൊക്കെ കാച്ചിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വീണ്ടും വരാം. അപ്പോഴത്തേക്കിന് റൂമിലേക്ക് വന്നപ്പോൾ ഹാദക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം പോലും മാറാണ്ട് ഉറക്കമാണ്. ഇനി മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നോമ്പ് ആദ്യത്തെ തലനോമ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും പതുക്കെ മുട്ടക്കറിയിലേക്കൊക്കെ മാറുമല്ലേ. എന്നാലും ചില സ്ഥലങ്ങളിൽ ചിലർക്ക് തലനോമ്പ് 3-നും ഇറച്ചിക്കറി എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് കേട്ടോ. ഇനി ഒരു സ്നാക്സും കൂടെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ വേഗം മുട്ട റോസ്റ്റിനൊന്ന് വഴറ്റാനിട്ടിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ കസ്റ്റർഡ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇത്രയും കൂടെ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ പകുതി മാത്രം ഒന്ന് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ടേ. ഇനി മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. നോമ്പിൻ്റെ ടൈമിൽ ഈ പലഹാരത്തിനുള്ള കറി ഒപ്പിക്കൽ വലിയൊരു ടാസ്ക് പിടിച്ച കാര്യമാണ് കേട്ടോ. എല്ലാ ദിവസവും വേണ്ടതുകൊണ്ട് തന്നെ നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ പല കറികളും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ അധികം ചോറൊക്കെയാണ്. മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. പക്ഷേ ഇത്തവണ എന്തോ ഇതുവരെ ചോറിനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 4ാമത്തെ ദിവസമായിട്ട് പോലും. സാധാരണ 3 ദിവസം കഴിയും, 3 ദിവസം തന്നെ പാട്ടാണ്. അത് കഴിയുമ്പോൾ ചോറേന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ചോറൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചത് കൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെ ചോറിൻ്റെ കാര്യമൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ സവാളയൊക്കെ വഴറ്റി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്തു, കറിവേപ്പില ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ നല്ല കുറുകനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡിയായി. ഇടിയപ്പത്തിലേക്കും വെള്ളയപ്പത്തിലേക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വരുന്നടാ ലൈലാത്താൻ്റെ പങ്ക്. ഇന്ന് ബീഫ് കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇന്നലെ ചിക്കൻ കട്ട്ലറ്റ് ആയിരുന്നു.
ഇനി നമുക്കൊരു സിമ്പിൾ സ്നാക്സ് ഉണ്ടാക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കിഴങ്ങൊന്ന് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുനുകുനാ അരിഞ്ഞിട്ടുള്ള ഒരു സവാളേൻ്റെ പകുതി, കുറച്ച് അധികം കുരുമുളക് പൊടി, ഒരു ചെറിയൊരു 2 നുള്ളു ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ റംസാൻ പ്രിപ്പറേഷൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് എളുപ്പമാണ് കേട്ടോ. ഉമ്മിക്കുള്ള കുറച്ച് കിഴങ്ങ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഉമ്മി ചിക്കൻ കഴിക്കാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയിട്ട ചിക്കന് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നല്ലപോലെ കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്, ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 തണ്ട് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇല്ലെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഈ ഒരു കിഴങ്ങിൻ്റെ മിക്സ് ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കിഴങ്ങ് വേണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. മുമ്പത്തേക്ക് അപേക്ഷിച്ച് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് തിരിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോസിനൊക്കെ നല്ല പോലെ വ്യൂസൊക്കെ കുറവാണ് കേട്ടോ. എന്നാലും എനിക്കിങ്ങനെ റമദാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാതിരിക്കാനായിട്ട് തോന്നുകയില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും വീഡിയോ ഇടണം എന്നുള്ളതാണ് കേട്ടോ. ഇതിപ്പം തന്നെ നല്ല ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ആകെപ്പാട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് പോരണം. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഈ എൻ്റെ ഹാദുക്കുട്ടൻ ഇപ്പം അവൻ 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എന്നിട്ടും നിർബന്ധിച്ച് ഇങ്ങനെ നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ എന്തായാലും ആ നല്ല നല്ല റെസിപ്പീസ് എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു വിഷമവും വരും. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ബ്രെഡിലാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ 4ആയിട്ട് ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ബ്രെഡിൽ നിന്ന് നമുക്ക് 4 ഐറ്റം കിട്ടും, 4 എണ്ണം കിട്ടും. അതുപോലെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കിഴങ്ങൊക്കെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയുള്ളൂ, വലിയ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് മുട്ട വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ബീഫ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അവൈലബിൾ ആവുന്ന സാധനം വെച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇതൊക്കെ വലിയ പണിയില്ലാത്ത കാര്യങ്ങളാണ്, എളുപ്പം ചെയ്തെടുക്കാം, നല്ല വെറൈറ്റി ആയിട്ടുള്ളതുമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. കാണുന്നത് കുറച്ച് പേരാണെങ്കിൽ പോലും എൻ്റെ റെസിപ്പീസൊക്കെ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഉമ്മിയുടേത് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്, ഒരെണ്ണം മാത്രം ഉമ്മിയുടെ വെജ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമുക്കൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈസി പണിയല്ലേ, കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല കട്ടയായിട്ടിരിക്കും. എല്ലാം നമുക്ക് ഇതുപോലെ ബ്രെഡിലും മുട്ടയിലും കോട്ട് ചെയ്തിട്ട് എടുക്കാം. എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ പുതിയ റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു റെസിപ്പിയും കൂടി ഇതിൽ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അതൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഉമ്മ കഞ്ഞിക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇതാ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുന്നേ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കഞ്ഞി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്യണം. ഞാൻ എല്ലാ പ്രാവശ്യവും നോമ്പിന് പറയാറുണ്ട്, എനിക്ക് ഞങ്ങളുടെ കഞ്ഞിയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നാറ്. അപ്പോൾ എല്ലാവർക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനി അത് പറഞ്ഞിട്ട് എന്നെ ഇതാക്കാൻ വരരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെയാണ് തേങ്ങാച്ചോറ്, ഇതെന്ത് തേങ്ങാച്ചോറ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഓരോ സ്ഥലത്തും ഓരോരോ രീതിയാണല്ലോ. നമ്മൾ കഴിച്ച് ശീലിച്ച സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. വേറെ ഇത് നമ്മൾ ട്രൈ ചെയ്താലും നമ്മൾ പണ്ട് മുതലേ കഴിച്ച് വരുന്ന സാധനത്തിനോട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ. ഇത്തവണ ഞാൻ കുഴയ്ക്കുന്നതും പരത്തുന്ന ഐറ്റംസൊക്കെ വിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല, അതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കാറ്. മുമ്പൊക്കെ നോമ്പ് ഒരു വ്ളോഗിൽ തന്നെ 5-6 റെസിപ്പീസ് ഒന്നിച്ചിട്ടായിരിക്കും വരുന്നത്, അതും പുതിയ ഐറ്റംസ്. അപ്പോൾ എൻ്റെ 1-2 കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുമ്പൊക്കെ, മോൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റെസിപ്പീസൊക്കെ കാണിക്കുന്നത്, 1-2 റെസിപ്പീസ് ഒരെണ്ണത്തിൽ ഇട്ടാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് തന്നെ കൊത്തിയിരുന്ന് റെസിപ്പി കണ്ടുപിടിച്ച് അതൊന്ന് ബലവത്താക്കി വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനങ്ങനെ കഷ്ടപ്പെട്ടതിൻ്റെ ഒന്നും ബലമൊന്നും എനിക്ക് വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേസമയം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു സിമ്പിൾ ഐറ്റം കാണിച്ചിട്ട് അങ്ങനെ പോകുന്നവർക്ക്
വീഡിയോസിലാണെങ്കിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, എനിക്കിങ്ങനെ ഒത്തിരി ഐറ്റംസ് ചെയ്ത് അങ്ങനത്തെ വീഡിയോസ് ഇടാനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. ഇപ്പോഴാണെങ്കിലും എനിക്ക് സമയമില്ലാത്ത കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനും അത് കുറേ പഴയ പോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് ഇട്ടേനെ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ റമദാൻ വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടാതിരുന്നിട്ട് പോലും ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞതിൽ അങ്ങനെ എന്തായാലും കഥ പറഞ്ഞ് അതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇത് നോമ്പ് തുറന്നതിന് ശേഷം ആ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ടോ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തത്. നല്ല രീതിയിലൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ ഉള്ള ഒട്ടപ്പാച്ചില്ല, അതൊന്നും പറ്റിയില്ല കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാം ജസ്റ്റ് പോകുന്നതിന് മുന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റർഡിലേക്ക് ഈത്തപ്പഴവും അതുപോലെ പഴവും ആപ്പിളും മാങ്ങയും മുന്തിരിങ്ങയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പിലുള്ള ഐറ്റംസ് കേട്ടോ. ഈ ഒരു കസ്റ്റർഡ് ഉണ്ട്, പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിങ്ങയുണ്ട്, ഈത്തപ്പഴമുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, കസ്റ്റർഡ് ഉണ്ട്. പിന്നെന്തായിരുന്നു നമ്മളുടെ ആ ഒരു സ്നാക്കിനൊരു പേരും കൂടെ നിങ്ങൾ പറയട്ടാ. ചിക്കൻ്റെ ചീയും ബ്രെഡിൻ്റെ ബ്രെയിനും കൂടെ എടുത്തിട്ട് ചിബ്ര എന്നൊരു പേരിട്ടാലോ അല്ലേ. എന്തായാലും പുതിയ നല്ല നല്ല പേരുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് പറയണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോസോ മയോണൈസോ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രസമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. താഴത്തെ ഒരു ബ്രെഡിൻ്റെ ഇതും ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ നോക്കണേ. അടുത്ത ദിവസത്തെ കുറച്ച് നല്ല വിശേഷങ്ങൾ റെസിപ്പികളായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.